പഞ്ചാബിന്റെ മണ്ണിലുള്ള പുത്തൻമാളിക കൊട്ടാരം എങ്ങനെയാണ് കുതിരമാളിക കൊട്ടാരം എന്ന പേര് വന്നതെന്ന് നിങ്ങൾക്കറിയാം. 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാൾ രാമവർമ്മ നിർമ്മിച്ചതാണ് ഈ കൊട്ടാരം. 200 വർഷം പഴക്കമുള്ള ഈ കൊട്ടാരം 1840 കൺസ്ട്രക്ഷൻ ആരംഭിച്ച് 1845 കംപ്ലീറ്റഡ് ആയി. ഏകദേശം 5000-ഓളം ശില്പികൾ 4 വർഷമെടുത്താണ് ഈ കൊട്ടാരത്തിന് പണി പൂർത്തീകരിച്ചത്. ഇനി നമ്മൾക്ക് ആ പേരിലേക്ക് വരാം, കുതിരമാളിക കൊട്ടാരം. ഈ കൊട്ടാരത്തിന്റെ തെക്ക് വശത്ത് പോയാൽ നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും. കൊട്ടാരത്തിന്റെ തെക്കൻ മേൽക്കൂരയെ താങ്ങി നിർത്തുന്നത് തേക്കിൽ കൊത്തിയെടുത്ത പുഞ്ചിരിക്കുന്ന 122 മരക്കുതിരകളെ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ കൊട്ടാരത്തിന് കുതിരമാളിക എന്ന പേരുണ്ടായത്. ഈ കൊട്ടാരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വേനൽക്കാലത്ത് ചൂടിനെ തടുക്കാനായിട്ട് മുട്ടയുടെ വെള്ള, ചുണ്ണാമ്പ് കല്ല്, ചിരട്ടക്കരി, നീറ്റിക്കക്ക എല്ലാത്തിന്റെയും മിക്സ്ഡ് ഉപയോഗിച്ചാണ് ഈ കൊട്ടാരത്തിന്റെ തറ നിർമ്മിച്ചേക്കുന്നത്. ഇത് ഏത് കടുത്ത വേനൽക്കാലത്തും നല്ല തണുപ്പ് നൽകും. പണ്ടത്തെ കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന 24 ആനക്കൊമ്പുകൾ തീർത്തൊരു സിംഹാസനം അവിടെയുണ്ട്. മഹാരാജാവ് അദ്ദേഹത്തിന്റെ സംഗീത സദസ്സുകൾ നടത്തിയിരുന്നതും അദ്ദേഹം തന്റെ അവസാന കാലം ചെലവിട്ടതും ഈ കൊട്ടാരത്തിലാണ്. 1847 മഹാരാജാവിന്റെ മരണത്തിന് ശേഷം ഈ കൊട്ടാരം ആളില്ലാതെ കിടക്കുകയായിരുന്നു. അതിനുശേഷം 1995 ഏപ്രിൽ 1 ഇതിലെ 16 മുറികൾ പബ്ലിക്കിനായിട്ട് തുറന്നുകൊടുത്തു. ഈ കൊട്ടാരത്തിന് ആകെ മൊത്തം 80 മുറികളാണുള്ളത്. ഇപ്പോഴും ആർക്കും അറിയാത്തൊരു രഹസ്യമുണ്ട്. കൊട്ടാരത്തിന്റെ പ്രധാന കവാടം തെക്കോട്ട് അഭിമുഖമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ നിർമ്മിച്ചതെന്ന് ഇപ്പോഴും രഹസ്യമാണ്.